യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ പിന്നെ അധികവും വരാനുള്ള സാധ്യത എവിടെന്ന് വെച്ചാൽ ഷിയാക്കളിൽ നിന്നാണ്. കാരണം ഷിയാക്കളുടെ ഒരുപാട് അസറുകൾ ഈ അഹ്ലുസുന്നയിലേക്ക് അവർ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പിന്നെ നജ്ഫിലും അതുപോലത്തെ ഇറാഖിലൊക്കെ ഷിയാക്കളുടെ ഈ ആചാരങ്ങൾ എടുത്തു നോക്കിയാൽ അതിലിപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പിന്നെ ജാറത്തിൻ്റെ അടുത്ത് കൊടിയുണ്ട്. അതിൽ യാ ഹുസൈൻ ലബ്ബൈക്ക് യാ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കൊടിമരത്തിന് ചുറ്റും നടക്കും, ആ കൊടിമരം ത്വാഫ് ചെയ്യും, അതിന് മുത്തും അതിന് ബർക്കത്തെടുക്കും. ആ ഒരു സമ്പ്രദായം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടേക്കും വന്നിട്ടുള്ളത്. അത് ഈ പിന്നെ നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി കൊണ്ടുണ്ടാക്കിയ ഒരു ഷീഈ മക്ബറയാണ് ഈ കൊണ്ടോട്ടി തങ്ങന്മാരെ. അവിടെ ആ നേർച്ച തുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്താണ്, കൊടിയെടുക്കുക. അപ്പോൾ ആ കൊടി എവിടെ നിന്ന് വന്നതാണല്ലോ നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആ കൊണ്ടോട്ടി നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. കൊണ്ടോട്ടി നേർച്ച വീണ്ടും ഷിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പിന്നെ നമുക്കറിയാം ഈ ഇസ്ലാമികമല്ലാത്ത ജൂതന്മാരിൽ നിന്ന് ഷിയാക്കളിലൂടെ ഇങ്ങോട്ട് കടന്നു വന്ന ഈ ഏർപ്പാട് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളിലുണ്ട്. ക്രിസ്ത്യാനികളുടെ പല പള്ളി പെരുന്നാളുകൾക്കും എന്തുണ്ട്, കൊടിയേറ്റ്, ഈ കൊടി ഏറലും അതുപോലെ തന്നെ ഉത്സവങ്ങളുണ്ട്. അപ്പോൾ ഈ ഹൈന്ദവ ആളുകളുടെ ആഘോഷങ്ങൾക്ക് പൂരങ്ങൾക്കും ഈ പിന്നെ കൊടി ഏറുന്ന ഏർപ്പാടുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഏർപ്പാടില്ല.